ഹായ്, ഞാൻ ശ്രീനയന. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ്, എങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. എങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാം? നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും നല്ല നല്ല തീരുമാനങ്ങളും, ചില തീരുമാനങ്ങൾ അബദ്ധമായിട്ടും പറ്റുന്നുണ്ട്. ചില തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കാൻ ഈസിയാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്താ, അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യം, ഏത് കളർ ഡ്രസ്സ് ഇടണം, അതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനങ്ങളാണ്. പക്ഷെ ചില തീരുമാനങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ലൈഫിൻ്റെ കാര്യത്തിൽ, കരിയർ, ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആലോചിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ലൈഫിൽ കുറച്ച് ഡിഫിക്കൽട്ടായ അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഡെഡ് ലൈൻ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഒരു ഡെഡ് ലൈൻ ഉറപ്പിക്കുക. ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ചിലപ്പോൾ 5 വർഷം ഉണ്ടാവാം, അല്ലെങ്കിൽ 2 വർഷം ഉണ്ടാവാം. പക്ഷേ ചില സമയത്ത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ആ തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബോധം വേണ്ട, അത് എത്ര സമയം കൊണ്ടാണ് ആ തീരുമാനം എടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. എത്ര സമയമാണുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം. രണ്ടാമതായിട്ട്, ഭയങ്കര ഹർബറിയുള്ള ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ മനസ്സ് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈമിലായിരിക്കണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും റിലാക്സ് ആയിട്ട് കുറച്ച് നേരം പാട്ട് കേൾക്കുക, അങ്ങനെ കൂളായിട്ടിരിക്കുന്ന സമയത്തായിരിക്കണം നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒരുപാട് സന്തോഷം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖം വരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. മിക്കവാറും അങ്ങനെ ഭയങ്കര ദേഷ്യമുള്ള സമയത്തൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റായി പോകാറും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓവർ ഇമോഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ഒന്നും നല്ല മേജറായിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത്. നാലാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ ഒരു ഈഗോ ഒന്നും വിചാരിക്കേണ്ട. ചില കാര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കില്ല ചില തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ അതുമായി റിലേറ്റഡ്, ചിലപ്പോൾ ഒരു ജോലിയുടെ കാര്യമായിരിക്കാം, നമുക്കതിന് പോകണോ വേണ്ട, ചിലപ്പോൾ ഒരു സജഷനൊക്കെ, സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരാളോടും കൂടി ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം അത് തീരുമാനം എടുത്ത് കൊളാക്കണേക്കാളും ഭേദം ഒരു സജഷൻ ഒരു സുഹൃത്തിനോട്, അതുമായിട്ട് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഒരു തീരുമാനം എടുത്തതിന് ശേഷം നമുക്ക് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചില സമയത്ത് ചില ആളുകൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലി ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും തൽക്കാലത്തേക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താലാണ് സന്തോഷം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില തീരുമാനങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്താലാണ് ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ സിറ്റുവേഷന് അതായിരിക്കും നല്ലത് എന്നൊക്കെ തോന്നി ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു സിറ്റുവേഷന് നമുക്ക് സന്തോഷം ആകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു 3-4 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്ത തീരുമാനം നമുക്ക് മനസ്സുകൊണ്ട് അറിയാം അത് തെറ്റാണെന്ന്. അപ്പോൾ ഒരിക്കലും നമുക്കത് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും തീരുമാനം എടുക്കുന്നത് തീർച്ചയായും നിങ്ങളായിരിക്കണം അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്നത്. മറ്റുള്ളവരുടെ അടുത്തു നിന്നൊക്കെ സജഷൻസ് ചോദിക്കാം, പക്ഷെ ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളായിരിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമോ ദോഷമുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ മാറും, നല്ല രീതിയിലാണ് മാറുന്നത് എങ്കിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ വേണ്ടി വൈകണ്ട. കുറേ തീരുമാനങ്ങളും വൈകാൻ കാരണം കുറേ തീരുമാനങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നന്നായി അറിയുന്നൊരു കാര്യം, ചിലപ്പോൾ നല്ലൊരു ഡാൻസറായിരിക്കും, ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടാകും. ആ തീരുമാനം എടുക്കില്ല. ആ തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നീട്ടിവെക്കുന്ന ശീലം കൊണ്ടാണ്. ആ നീട്ടിവെക്കുന്ന ശീലം, പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതൊന്ന് കണ്ടാൽ ആ ശീലം എങ്ങനെ നമുക്ക് മാറ്റാം. ആ നീട്ടിവെക്കുന്ന ശീലമാണ് ഈ ഡിസിഷൻ മേക്കിംഗ് വൈകുന്നതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും വൈകരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വൈകിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.